ഹായ്, എല്ലാവർക്കും A to Zന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ പറയാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സാംസ്കാരിക വകുപ്പിന് കീഴിൽ മിനിസ്ട്രി ഓഫ് കൾച്ചറിന് കീഴിൽ ഗാന്ധി സമിതി ആൻഡ് ദർശന സമിതി എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ട് ഇതൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് കൾച്ചറിന് കീഴിൽ വന്നൊരു സ്ഥാപനമാണ്. മിനിമം 8ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് ജോലി നേടാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളുണ്ട്. അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉണ്ട്, അതുപോലെ ലൈബ്രറിയൻ ഉണ്ട്, പിന്നെ വരുന്നത് ഗൈഡ് ഉണ്ട്, ഡ്രൈവർ, സഫായി സേവക്, കാർപ്പൻ്റർ, സെക്യൂരിറ്റി ഗാർഡ് തുടങ്ങിയ ഒഴിവുകളിലായിട്ടാണ് മൊത്തം 7ഓളം തസ്തികകളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഏകദേശം 18,000 മുതൽ 2,08,700 വരെ ശമ്പളം ലഭിക്കാവുന്ന വ്യത്യസ്തമായുള്ള ഒഴിവുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. താല്പര്യമുള്ള യുവക്കൾക്ക് ഇത് ഓൺലൈനായിട്ട് താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഗാന്ധി സമൃദ്ധി ആൻഡ് ദർശന സമൃദ്ധി എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക്, ഇത് സാംസ്കാരിക വകുപ്പിന് കീഴിലാണ്. ഈ ഒരു ഇന്ത്യൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് കൾച്ചറിന് കീഴിൽ വന്നൊരു സ്ഥാപനമാണിത്. ഈ സ്ഥാപനത്തിലേക്ക് വിവിധ പോസ്റ്റുകളിലായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി ഉണ്ട്. 67,700 മുതൽ 2,08,700 വരെയാണ് ശമ്പളം. പിന്നെ ലൈബ്രറിയൻ പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി, അതിലേക്ക് 1,12,400 വരെ ശമ്പളമുണ്ട്. ഗൈഡ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 2 വേക്കൻസി ഉണ്ട്, അതിലേക്ക് 81,100 വരെ ശമ്പളം. ഡ്രൈവർ പോസ്റ്റിലേക്ക് 2 വേക്കൻസി, 63,200 വരെ ശമ്പളം. സഫായി സേവക് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 3 വേക്കൻസി, 56,900 വരെയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം. കാർപ്പൻ്റർ എന്ന് പറഞ്ഞ സ്ഥിതിയിലേക്ക് ഒരു വേക്കൻസി, 63,200 വരെയാണ് ശമ്പളം. സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി, 56,900 വരെയാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം. അപ്പോൾ ഇതിലേക്ക് ഇത്രയും വേക്കൻസികളാണ് നിലവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വേക്കൻസികൾ. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട വിധവും അതുപോലെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിഭാഗത്തിലേക്ക് 50 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് 2 രീതിയിലാണ് റിക്രൂട്ട്മെൻറ്റ്. ഒന്നാമത് ഡെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ തന്നെ ഈ ഒരു സമാന ഗ്രേഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് തസ്തിക മാറ്റം വഴി അവർക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ആ ഡെപ്യൂട്ടേഷൻ വഴി നിയമനമുണ്ട്. അതുപോലെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതിലേക്ക് ഗ്രാജുവേറ്റ് നിർബന്ധമാണ്. അതുപോലെ തന്നെ 10 വർഷത്തെ പ്രവൃത്തി പരിചയം ഇതിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ലൈബ്രറിയൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 45 വയസ്സാണ് മാക്സിമം. 35,400 മുതൽ 1,12,400 വരെയാണ് ശമ്പള സ്കെയിൽ. അതിലേക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റ് ക്വാളിഫിക്കേഷനാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ക്വാളിഫിക്കേഷൻ. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ PDF ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്, അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. പിന്നീട് പറഞ്ഞിരിക്കുന്നത് ഗൈഡ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 2 പോസ്റ്റുകളാണ്. 25,500 മുതൽ 81,100 വരെയാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം. അതിലേക്ക് 25 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. SC/ST OBC മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് ഇതിൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ആ റിസർവ് ചെയ്ത കാറ്റഗറിക്ക് അതിൻ്റെതായിട്ടുള്ള ഏജ് ഇളവൊക്കെ ലഭിക്കും. SC/STക്ക് 5 വയസ്സിൻ്റെയും OBCക്ക് 3 വയസ്സിൻ്റെയും ഏജ് ഇളവ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിലേക്കൊണ്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ ആർട്സ് പ്രിഫറബിളി വിത്ത് ഇന്ത്യൻ ഹിസ്റ്ററി ആസ് വൺ ഓഫ് ദി സബ്ജക്റ്റ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കുക. അത് പ്രിഫറൻസ് നൽകുന്നത് നിങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററി ഒരു സബ്ജക്റ്റായി എടുത്ത ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും ഇതിലേക്ക് ലഭിക്കുക. അതുപോലെ തന്നെ അതിന് ഗാന്ധി ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഡെപ്ത് ഉണ്ടായിരിക്കുക, നോളജ് ഉണ്ടായിരിക്കും. പിന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് വർക്കിംഗ് ഫീൽഡ് ഓർഗനൈസേഷൻ, മ്യൂസിയം, ആർട്ട് ഗാലറി ഏതെങ്കിലും ഒന്നിൽ വർക്ക് പരിചയമുണ്ടെങ്കിൽ അവർക്കായിരിക്കും മുൻഗണന ലഭിക്കുക. പിന്നെ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഡ്രൈവറാണ് 2 പോസ്റ്റ്. അതിലേക്ക് 25 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. 19,900 മുതൽ 63,200 വരെയാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ആ ശമ്പള സ്കെയിൽ. അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് 8ാം ക്ലാസ് പാസ്സായിരിക്കുക, പ്ലസ് അതിനോട് പെർമനൻറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് വേണം. അതുപോലെ 3 ഇയർ എക്സ്പീരിയൻസ് ഡ്രൈവിങ്ങിലുള്ള 3 വർഷത്തെ പരിചയം കൂടി വേണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് സഫായി സേവക്ക് 3 പോസ്റ്റ് ഉണ്ട്. അതിലേക്ക് 18,000 മുതൽ 56,900 വരെയാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം. 25 വയസ്സാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ്. അതിലേക്ക് 5ാം ക്ലാസ് പാസ്സായതാണ് മതി, 5th സ്റ്റാൻഡേർഡ് പാസ്സായിരുന്നാൽ മതി. അതുപോലെ തന്നെ 1 ഇയർ പ്രൊബോഷൻ പീരീഡ് ആയിരിക്കും. അത് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല അതിലേക്ക്. പിന്നെ പറഞ്ഞ കാർപ്പൻ്റർ എന്ന് പറഞ്ഞ പോസ്റ്റാണ്. അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് 8th സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കുക, പ്ലസ് വർക്കിംഗ് സ്കിൽ എക്സ്പീരിയൻസ് കാർപ്പൻ്ററിൽ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
പിന്നെ സെക്യൂരിറ്റി ഗാർഡാണ്. സെക്യൂരിറ്റി ഗാർഡിലേക്ക് 28 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. 8ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും 7 പോസ്റ്റുകളായി. അതിൽ 5ാം ക്ലാസ് മാത്രമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, 8ാം ക്ലാസ് മാത്രമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ മറ്റുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നല്ല ശമ്പളത്തിൽ ജോലി നേടാനും ഇതിനെ കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ്. തീർച്ചയായും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യും. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആൾക്കാർ ഫോളോ ചെയ്യാം. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.